കണ്ണൂർ പേരാവൂരിനടുത്ത കോളയാട് എന്ന ഗ്രാമത്തിൽ നിന്ന് 1993 ഒരു ദിവസം ഒരു ഫോട്ടോഗ്രാഫർ ഡൽഹിയിലെത്തി. അന്നത്തെ രാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മയിൽ നിന്ന് ഫോട്ടോഗ്രാഫി പുരസ്കാരം സ്വീകരിക്കുന്നതിനായിരുന്നു ആ യാത്ര. കേരളീയ വേഷത്തിൽ രാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മയിൽ നിന്ന് സമ്മാനം വാങ്ങാൻ ഭാഗ്യമുണ്ടായ ആ ഫോട്ടോഗ്രാഫറുടെ പേര് ജോളി കോളയാട്. സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം എടുത്ത പ്രശസ്തമായ ആ ഫോട്ടോ ദീർഘകാലം കോളയാട് പഞ്ചായത്ത് ഓഫീസിലെ ചുമരിലുണ്ടായിരുന്നു. കാലവും പ്രായവും ഏറെ പിന്നിട്ടെങ്കിലും ഒരു ചിത്രമെങ്കിലും പകർത്താത്ത ഒരു ദിവസം ജോളി കോളയാട് എന്ന ഫോട്ടോഗ്രാഫറുടെ ജീവിതത്തിലില്ല. പ്രകൃതിയാണ് ഇഷ്ടവിഷയം. ക്യാമറയിൽ പ്രകൃതിയെ കാണുന്ന ജോളി കോളയാട് ഓർമ്മകൾ പങ്കുവെക്കുന്നു. ജോളിയേട്ട നമസ്കാരം. എൻ്റെ ചെറുപ്പകാലത്ത് മുതൽ, ഞങ്ങളൊക്കെ ഇവിടെ ഹൈസ്കൂൾ പഠനകാലത്ത് തുടങ്ങി, അതിനു മുമ്പേ ഉണ്ട്, കേൾക്കുന്നൊരു പേരാണ് ജോളി കോളയാട്. ഫോട്ടോഗ്രാഫി രംഗത്തെ പ്രഗത്ഭനായൊരു മനുഷ്യൻ. ഇത്രയും വർഷം, ഏതാണ്ട് 60 വർഷത്തോളമാകുന്നു ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് ഒരു അനുഭവം? എന്താണ്? ഏതാണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ കാലം മുതൽ ഫോട്ടോ എടുക്കാറുണ്ട്. ഇപ്പോഴും അത്യാവശ്യം എടുക്കുന്നു, അത്രയൊക്കെ തന്നെ. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഫോട്ടോസ് എടുക്കും. ഫോട്ടോസ് എടുക്കാനായിട്ട് എവിടെയും പോകാറില്ല, പോകുമ്പോൾ കിട്ടുന്ന എടുക്കും. അതന്നെ. ഈ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് മട്ടന്നൂർ കോളേജിൽ. അപ്പോൾ ആ സമയത്ത് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് ഒരു താല്പര്യം വരുന്നത് സ്വമേധയാ വരുന്നതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ ഒരു പ്രേരണയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു? ഇല്ല, സ്വന്തമായിട്ട് തന്നെ തോന്നിയതാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് പ്രേരണ ചെലുത്തിയിട്ടൊന്നല്ല. അല്ല. ആ കാലത്ത് ഉപയോഗിച്ച ക്യാമറകളെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ട്? എങ്ങനെയായിരുന്നു കാലത്ത്? ഒരു പഴയ ക്യാമറ ഉണ്ടായിരുന്നു, അക്ഫയുടെ ഒരു പഴയ ക്യാമറ ഉണ്ടായിരുന്നു. സാധാരണ 120 ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് റോളിട്ട് എടുക്കുന്ന ക്യാമറ ഉണ്ടായിരുന്നു. അതിലാണ് ആദ്യം എടുത്തിരുന്നത്. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് 35 mm ആയത്, കളറിലൊക്കെ ആയത്. അക്കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത് സ്റ്റുഡിയോ എവിടെയെങ്കിലും കൊടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യിക്കും, അങ്ങനെയായിരുന്നു. ഇപ്പോൾ 1993 രാഷ്ട്രപതിയുടെ ഒരു അവാർഡ്, ഒരു സമ്മാനം കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിയ ഒരു പ്രവർത്തനാനുഭവം അതൊന്ന് ഓർമ്മിച്ച് പറയാൻ പറ്റുമോ? അത് എന്താ, പേപ്പറിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് നാഷണൽ ലെവലിൽ ഫോട്ടോസ് ക്ഷണിക്കുന്നതായിട്ട് കണ്ടു. സാക്ഷരതാ മിഷന്റെ വക, നാഷണൽ ലിറ്ററസി മിഷന്റെ വക. അപ്പോൾ അത് കണ്ടപ്പോൾ ഏതായാലും ഒന്ന് അയച്ചു കളയാൻ തോന്നി. അപ്പോൾ കയ്യിലിങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതൊന്ന് അയച്ചേക്കാന്ന് വിചാരിച്ചു അയച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ടെലിഗ്രാം വരിക ചെയ്തത്, ഇങ്ങനെ കിഴിവുണ്ട്, ഇത്രാം തീയതി കൊടുക്കുന്നുണ്ടെന്ന്, ലിറ്ററസി മിഷൻ്റെ സാക്ഷരതാ ദിനത്തിൻ്റെ അന്ന് കൊടുക്കുന്നുണ്ടെന്ന് ടെലിഗ്രാം വന്നു. പോയി വാങ്ങി. അന്നത്തെ രാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മയായിരുന്നു. അതെ, ഡോക്ടർ ശങ്കർദയാൽ ശർമ്മയായിരുന്നു അന്ന് രാഷ്ട്രപതി. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നതിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. എന്തായിരുന്നു അന്നത്തെ ഒരു വലിയ സന്തോഷം ഉണ്ടാവുമല്ലോ? എന്തായാലും ആ ഒരു ഓർമ്മയുണ്ടോ? സന്തോഷം ഉണ്ടായിരുന്നു, എന്തായാലും തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടായിരുന്നു. അത് കുറേ കാലം ആ ഫോട്ടോ കോളയാട് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് കാണാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫിയിൽ നിന്ന് മാറിയതിന് ശേഷം, മാറിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിൻ്റെ ഒരു തലം മാറുമല്ലോ, അതായത് പ്രകൃതിയിലേക്ക് മാറുന്നു, അതല്ലെങ്കിൽ കുറേ വ്യത്യസ്തരായ മനുഷ്യരെ പകർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക നിരീക്ഷണം ഫോട്ടോഗ്രാഫിയിൽ ഉണ്ടായിരുന്നു? പ്രകൃതിയോടായിരുന്നു എനിക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ മനുഷ്യരും താല്പര്യം തോന്നാണ്ടൊന്നുമില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാറുണ്ട്, എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാറുണ്ട്. ഈ പിന്നീട് ഉപയോഗിച്ച ക്യാമറകൾ ഏതൊക്കെയായിരുന്നു? എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത? എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ മാറിയല്ലോ, പല ഡിജിറ്റൽ തലത്തിലേക്ക് മാറിയല്ലോ. ഡിജിറ്റൽ തലത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നത് യാഷിക ഇലക്ട്രോ 35, അന്ന് കോമൺ ആയിട്ടുണ്ടായിരുന്നൊരു ഫിലിം ക്യാമറ അതായിരുന്നു. 35 mm അതായിരുന്നു ആദ്യകാലത്ത് ഉപയോഗിച്ചത്. പിന്നെ ഒളിമ്പസ് എന്ന് പറയുന്നത് SLR ആയി. അത് കഴിഞ്ഞ് നിക്കോൺ SLR, പിന്നെ നിക്കോണിൻ്റെ തന്നെ ഡിജിറ്റലായി. അങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം വന്നിരുന്നത്. ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഈ അനർഘ നിമിഷങ്ങളെ പകർത്താൻ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ഉണ്ട്. യാത്ര ചെയ്യുമ്പോൾ കാണുന്ന നിമിഷങ്ങളെ പകർത്തിയതാണ് മിക്കവാറും ഫോട്ടോസ്. അതായത് ഫോട്ടോ എടുക്കാനായിട്ട് എവിടെയും പോകാറ് കുറവാണ്. ജോളിയേട്ടൻ എടുത്ത ഫോട്ടോകളുടെ പ്രദർശനം ഒരു എക്സിബിഷൻ എന്നുള്ള നിലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തലശ്ശേരിയിൽ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ മാത്രമായിട്ടല്ല. ഞങ്ങളൊരു ഫോട്ടോഗ്രാഫി ക്ലബ് ഉണ്ടായിരുന്നു. ക്ലബിൻ്റെ വക തലശ്ശേരിൽ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് അങ്ങനെ പലയിടത്ത് എക്സിബിഷന് ഫോട്ടോസ്, പല ക്ലബുകളൊക്കെ നടത്തിയ പല എക്സിബിഷനുകളിൽ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്.
എൻ്റെ ഫോട്ടോസ് മാത്രമായിട്ട് എക്സിബിഷൻ അങ്ങനെ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കോളേജ് ഹൈസ്കൂളിൽ നടത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ആ ഒരു അനുഭവങ്ങൾ എന്താണ്? കാരണം ഒരു ഫോട്ടോഗ്രാഫർ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം പ്രകൃതിയെ വളരെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയും, വ്യത്യസ്തരായ മനുഷ്യരെ കാണാൻ കഴിയും, എല്ലാവർക്കും കാണാൻ കഴിയും. പക്ഷേ ഫോട്ടോഗ്രാഫറുടെ ഒരു കണ്ണ് വേറൊരു കണ്ണാണ്. അങ്ങനെയുള്ള ഒരു അനുഭവം എന്താണ്? അങ്ങനെയുള്ള അനുഭവം പ്രത്യേകിച്ച് പറയാൻ കന്യാകുമാരി, രാമേശ്വരം, പിന്നെ മധുര, ഇങ്ങനെയുള്ള പ്രത്യേക ക്ഷേത്രങ്ങളിൽ പോകാൻ താല്പര്യം കൂടുതലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെ. അത് അതിനായിട്ട് പോയതല്ല, പോകുമ്പം പോകുക എന്നുള്ളതേ ഉള്ളൂ. ഈ 93 രാഷ്ട്രപതിയുടെ അംഗീകാരം അവാർഡ് കിട്ടിയതിന് ശേഷം പിന്നീട് ഇതേപോലെയുള്ള ഏതെങ്കിലും അംഗീകാരങ്ങൾ തേടി വന്നോ? അതല്ല, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു ആളല്ല എന്നും എനിക്കറിയാം. അങ്ങനെയാണ് ജോളിയേട്ടനെ ഞങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്, ഒരു പ്രത്യേക താല്പര്യം അങ്ങനെ വെച്ച് പുലർത്തുന്ന ഒരാളല്ല. പക്ഷേ ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ പിന്നീട് തേടി വന്നോ? പിന്നെ കാര്യമായിട്ട് പറയാൻ കിട്ടിയിട്ടുള്ളത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരുന്ന ഒരു കോമ്പറ്റീഷനിൽ കിട്ടിയിരുന്നു. വേറെ പിന്നെ പല ക്ലബ്ബുകളും പല സംഘടനകളും നടത്തിയ പലതിലും കിട്ടിയിട്ടുണ്ടാകും. പിന്നെ അങ്ങനെ കണക്കിൽ പ്രത്യേകിച്ച് പറയാനില്ല. കാര്യമായിട്ട് പറയാനുള്ളതേ ഉള്ളൂ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജോളിയുടെ സാമൂഹ്യ മാധ്യമ പേജ്, ഫേസ്ബുക്കൊക്കെ നമ്മൾ പിന്തുടരുന്ന ആളാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഇടയ്ക്കും നല്ല ഫോട്ടോസ്, പ്രത്യേകിച്ചും കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞത് ആവർത്തിച്ചാൽ പ്രകൃതിയിൽ നിന്നുള്ള നല്ല, ചിലപ്പോൾ നല്ല ഒരു റോഡ്, നമ്മൾ കാണുന്ന ഒരു റോഡ് തന്നെ ആയിരിക്കും. പക്ഷേ ജോളിയേട്ടൻ ഒരു ഫോട്ടോ എടുത്ത് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഭംഗി, ഒരു പ്രത്യേകത ഉണ്ട്. അല്ലെങ്കിൽ ഒരു കടയുടെ ഫോട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഗ്രാമ പ്രദേശത്തിൻ്റെ ഒരു ഫോട്ടോ, ഇങ്ങനെ വെറുതെ നടന്നു പോകുമ്പോൾ ഒരു ഫോട്ടോ എടുത്തേക്കാം. അത് ചിലപ്പോൾ മൊബൈലിലായിരിക്കും. കയ്യിൽ ക്യാമറ കരുതുന്ന ഒരു പരിപാടി ഉണ്ടോ? മുമ്പ് ക്യാമറ സ്ഥിരമായിട്ട് കയ്യിൽ കരുതാറുണ്ടായിരുന്നു. ഇപ്പം മൊബൈലേ ഉള്ളൂ, ക്യാമറ കരുതാറില്ല. മൊബൈലിൽ അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ താല്പര്യം തോന്നി എടുക്കും, അത്രയേ ഉള്ളൂ. ഡിജിറ്റൽ ക്യാമറ ഇപ്പം കൊണ്ടുപോകാറില്ല. ഈ ഫോട്ടോഗ്രാഫി രംഗത്ത് തന്നെ പലതരത്തിൽ പല മേഖലയിൽ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അത് കുറേ പേർ അത് കൈകാര്യം ചെയ്യുന്നു. അതല്ലാതെ ഈ ശലഭങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഫോട്ടോ എടുക്കുന്ന കുറേ ആളുകൾ, ഒരു പ്രകൃതി നിരീക്ഷണത്തിൻ്റെ കൂടി ഭാഗമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക കേന്ദ്രീകരിച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രത്യേക ഒരു കാറ്റഗറിയിലേക്ക്, പ്രത്യേകിച്ച് വൈൽഡ് ലൈഫിലേക്കൊന്നും എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും മാത്രമല്ല, അതിലുള്ള എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു താനും. അതുകൊണ്ട് വൈൽഡ് ലൈഫ് കാര്യമായിട്ടൊന്നും തന്നെ പറയാനില്ല. പിന്നെ മെയിനായിട്ടുള്ളത് നേച്ചർ ഫോട്ടോസാണ്, മനുഷ്യരും അത്ര തന്നെ. അപ്പോൾ ഇപ്പോൾ ഇത് മാറി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജോളിയേട്ടൻ വളരെ കാലം മുമ്പ് ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നു. ഇപ്പോൾ സംഗതി മാറി, ടെക്നോളജി മാറി, ക്യാമറ മാറി, ക്യാമറാമാൻമാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറി, ഡിജിറ്റൽ രംഗത്തേക്ക് വന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുതിയ തലമുറയിലെ ഒരു ഫോട്ടോഗ്രാഫി നിരീക്ഷിക്കുമ്പോൾ, ഇപ്പോൾ മകൻ ഫോട്ടോഗ്രാഫറാണല്ലോ, അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ എന്താണിത്, പഴയതും പുതിയതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷെ ഒരു അനുഭവങ്ങളിലെ വ്യത്യസ്തത എന്താണ്? ഇപ്പോൾ ഫോട്ടോഗ്രാഫി കുറെ കൂടി എളുപ്പമായി, നമുക്ക് റിസൾട്ട് അന്നേരം കാണാം. മുമ്പൊക്കെ ഒരു ഫിലിം ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ലാബിൽ കൊണ്ട് കൊടുത്ത് വാഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലേ അതിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വളരെ എളുപ്പം അന്നേരം തന്നെ അറിയാം, വേണമെങ്കിൽ മാറ്റിയെടുക്കാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. അതുണ്ട്. ഒരു കാര്യം കൂടി, ഫോട്ടോഗ്രാഫി അങ്ങക്ക് ഉപജീവനത്തിൻ്റെ, വരുമാനത്തിൻ്റെ ഒരു സാധ്യത തേടിയിട്ടുള്ള ഒരു മേഖല മാത്രമായിരുന്നു? അതല്ല, അതിന് ഒരു കലാരൂപം, ഒരു ഫോട്ടോഗ്രാഫി ഒരു കലാരൂപം കൂടിയാണല്ലോ, അങ്ങനെ കണ്ടിട്ടാണോ? എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത്? തുടങ്ങിയത് കലാരൂപത്തിനോടുള്ള താല്പര്യം ഹോബിയായിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഹോബിയായിട്ട് മാത്രമായി കഴിഞ്ഞാൽ അഫോർഡ് ചെയ്യാനാകാത്തതുകൊണ്ട് പ്രൊഫഷണലായിട്ട് ഫംഗ്ഷനും മറ്റു ഫോട്ടോ കൂടി എടുക്കേണ്ടി വന്നു. അതാണ് മെയിനായിട്ട് താല്പര്യം, ഫോട്ടോഗ്രാഫിയുള്ള താല്പര്യം കൊണ്ടാണ് വന്നത്. ഇപ്പോഴും എടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫംഗ്ഷനൊന്നും എടുക്കാറില്ല, ഇപ്പോഴും അതിനുള്ള താല്പര്യം കൊണ്ട് എടുക്കുന്നത് തന്നെയാണ്. പുതിയ കാലത്തെ ഫോട്ടോഗ്രാഫർമാരെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? അവരുടെ വർക്കൊക്കെ കാണുമ്പോൾ നല്ല വർക്കുകളാണ്. വർക്കുകളെ പറ്റി നല്ല അഭിപ്രായമേ ഉള്ളൂ, മോശം അഭിപ്രായം തോന്നിയിട്ടില്ല. കഴിവുള്ള ഒരുപാട് ഫോട്ടോസ് ഇഷ്ടം പോലെ, നല്ല ഫോട്ടോസ് ഇഷ്ടം പോലെ കാണുന്നുണ്ട്, ധാരാളമായിട്ട് കാണാറുണ്ട്. ഇതാണ് ജോളി കോളയാട്. ഇതേപോലെ ക്യാമറയ്ക്ക് മുന്നിൽ
വരാൻ വലിയ താല്പര്യമില്ലാത്ത ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, എനിക്കിതിനകത്ത് വലിയൊരു താല്പര്യമില്ല, ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ജോളിയേട്ടൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറയുമ്പോൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുകളുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ ഈ രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, രാഷ്ട്രപതിയിൽ നിന്ന് സമ്മാനം വാങ്ങാനുള്ളൊരു അവസരം അദ്ദേഹത്തിന് വന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി മേഖലയെ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും പുതുതായി ഈ രംഗത്ത് വരുന്ന ആളുകളെ നിരീക്ഷിക്കുകയും അതോടൊപ്പം ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ പ്രകൃതിയെ, വ്യത്യസ്തരായ മനുഷ്യരെ, വ്യത്യസ്തരായ നാടിനെ ഒക്കെ സൂക്ഷ്മം നിരീക്ഷിക്കുകയും ഫോട്ടോകൾ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം ഫോട്ടോ എടുത്ത്, വ്യത്യസ്തമായ ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആളുകൾ കാണുന്നുണ്ട്. ഈ നിലയിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ജോളിയേട്ടൻ വളരെ സന്തോഷം, നമ്മളോട് കുറച്ച് നേരം മടിയോടുകൂടിയാണെങ്കിലും സംസാരിച്ചതിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് പറയാനുള്ള സന്തോഷം തന്നെ. ഓക്കെ, വളരെയധികം നന്ദി.